പോകാൻ പോണത് കാട്ടുവാസികൾ കാണാം. അപ്പൊ നമുക്ക് 300 മീറ്റർ എടുക്ക് പോണ നിങ്ങള് ശബ്ദം പോവാ കണ്ണൂർ വാങ്ങാനാണ്. ദാ സുഹൃത്തുക്കളെ നമ്മൾ പോണത് ഇപ്പം എങ്ങോട്ടാ വെച്ചല്ലേ, നമ്മൾ പൈതൃക ഗ്രാമമാണ്, ഗോത്ര പൈതൃക ഗ്രാമമായ വയനാട്ടിലെ എന്നൂരിലേക്കാണ്. നമ്മളെ ഫാമിലിക്ക് എല്ലാവരും കൂടി പോവാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ദാ നമ്മളിതിൻ്റെ മലൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെയാണ് മറ്റേ എന്നൂർ പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് നമ്മൾ ഇറങ്ങല്. ഇത് നമ്മളെ സ്വന്തം വണ്ടിയിൽ വരാൻ പറ്റില്ല, ഇവരെങ്ങനെ ജീപ്പിലാണ് നമ്മൾ വരല് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങിയതാണ്, നല്ല ഉയരത്തിലെത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന ജീപ്പുകളൊക്കെയാണിത്. എങ്ങനെയുണ്ട് പൊളിയാ? അതേപോലെ മോഡൽ ഉണ്ടാക്കിയേക്കണേ. എങ്ങനെയുണ്ട്? അതെ സൂപ്പർ സൂപ്പർ. ഇന്ന് ബുധനാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ വർക്കിംഗ് ഡേ ആണ്, ആളുകൾ കുറവാണ്. നല്ല തണുപ്പിലെ പ്രദേശം കേട്ടോ, നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ. ഞാൻ കയറി പോണേ, ഞാൻ കുഴപ്പമുണ്ട്. അത് തണുപ്പാണ് ഇവിടെ വെക്കാം. നേരക്ക് നേരക്ക് ഞാട്ടിക്ക ഫോട്ടോ അല്ലേ, ഫോട്ടോ എടുക്കാനാണേ. ഇങ്ങനെ ഇങ്ങനക്ക് ഇനി ഇങ്ങനക്ക് ഇങ്ങനക്ക് അങ്ങനെ അടിപൊളിയാക്കി. നീ കുത്തി കത്തി ക്യാമറക്ക്. അയ്യോ അല്ല, നിങ്ങൾ കണ്ടു മടങ്ങിയോ? എവിടെ വെള്ളല്ലേ? പിന്നെ എതിരെ പോയി എങ്ങനെയുണ്ട്? അതാ അങ്ങടൊക്കെ ഉണ്ട്, അവിടെ എത്തിയില്ല നിങ്ങള്. നമ്മൾ വന്ന സമയം തന്നെ നട്ടുച്ചയാണ്, എന്നാലും ഇവിടെ തണുപ്പുണ്ട്. സംഭവത്തിൽ ഇവിടെ നല്ല തണുപ്പും കോടമഞ്ഞൊക്കെ ഇറങ്ങണ സ്ഥലം കേട്ടോ, നല്ല രസമുള്ള സ്ഥലമാണ്. ഇപ്പം നമുക്കതൊന്നും കാണാൻ പറ്റില്ല. ഈ എന്നൂർ എന്ന് പറഞ്ഞ തമിഴ് വാക്കല്ലേ. വാലേക്കും സലാം. രാജാക്കന്മാരിക്കണമാര് പട്ടുപാവില് അത് വന്ന് அது வந்து இதுதான் என் ஊர். ஆமா ஆமாக்கு பெரிய കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമമാട്ടത്. ഇതിന്റെ മുകളിലാണ് ഇനി എൻ്റെ അവർ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് അങ്ങോട്ടൊക്കെ അങ്ങനെ പോയി വെക്കാം. ഇതാ കണ്ടില്ല, തലക്കലൊക്കെ ഗോത്രക്കാർ അതായത് ആദിവാസികളെ വീട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ, അവിടേക്ക് നമ്മൾ പോകും കേട്ടോ. ഇന്നത്തിന് അവിടേക്ക് വെള്ളം കുടിക്കാൻ പോയത് ഇവിടെ ഉണ്ടല്ലോ മുകളിൽ. ഇതൊക്കെ ഓരോ കടകളാണ് കേട്ടോ, കടകളൊക്കെ ഉണ്ടല്ലേ. കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇന്റർലോക്ക് കല്ലിന്റെ പോയിന്നോ ഇഞ്ഞൂല്ലേ? ആ ഗോത്ര തനത് അമ്പെയ്ത്ത് സമ്മാനം നേടും.
ഇതിനുള്ളിൽ ആ പഴയകാല ഗോത്രവർഗ്ഗക്കാരെ അനുസ്മരിക്കുന്ന അതേ സംഭവങ്ങൾ തന്നെ. ആ പഴയ കുടിലുകൾ, ഗോത്രവർഗ്ഗക്കാരൊക്കെ താമസിക്കുന്ന കുടിലുകൾ അതേപോലെ കളിമണ്ണോണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സുകളൊക്കെ. ആ ഓലപ്പരകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. നമ്മളവിടുന്ന് ഇങ്ങനെ കുറച്ച് നടക്കാണ്ട് ഇങ്ങനെ ഇതിൻ്റെ അടുത്ത് എത്താൻ. എന്നാലും ഇവിടുത്തെ ഈ തണുത്ത കാറ്റുകൊണ്ട് അങ്ങനത്തെ ക്ഷീണം ഒന്നും അനുഭവിക്കില്ല കേട്ടോ. നല്ല രസമാണ്. തണുത്ത കാറ്റില്ലോണ്ടേ ഒരു ക്ഷീണമായിരിക്കില്ല. അവിടെ നല്ല കാഴ്ചകളാണ്, നല്ല കാഴ്ചകളൊക്കെയാണ്. ഓരോ വീടുകളൊക്കെ ഇതാ ഇതേപോലെ ഒരുപാട് വീടുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരും പെങ്ങന്മാരും അതേപോലെ തന്നെ കുട്ടികളും മക്കളും എല്ലാവരും കൂടിയപ്പോൾ നല്ലൊരു രസമായിട്ട് നമ്മൾ ഈ യാത്ര. ഇത് നമ്മൾ അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇതേപോലെ എല്ലാവരും കൂടുതലുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു യാത്രയായിരുന്നു. ഏതായാലും നല്ല ഭംഗിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്ഥലവും നല്ല അടിപൊളിയായിട്ടുണ്ട്. പഴയ മട്ടത്തിലുള്ള വീടുകളും ആ പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട്. നമുക്കിതിനുള്ളിലൊക്കെ പോയേക്കോട്ടോ. ഇവിടെ ആരൊക്കെ ഉണ്ടൊക്കെ നോക്കാം. ഇവിടെ ഏതാ ആദിവാസികൾ നോക്കട്ടോ. ഇതിലേതാ ആദിവാസികൾ? ഇവിടെ ഫുള്ള് ആദിവാസികളാ. നിങ്ങളൊക്കെ ആദിവാസികളാ? മീൻ പിടിച്ചിന കൊട്ട ഒക്കെ ഉണ്ട്. അതങ്ങനെ ലൈറ്റ് ഇടുക. പൊള്ളു പൊള്ളു പൊള്ളു. എടോ പടോ നിക്കറിയോ നിക്കറാൻ കഴിച്ചു. നിനക്കറിയോന്നാ ചോദിച്ചത്. നിനക്കറിയൂന്നല്ല, നിനക്കറിയോന്നാ ചോദിച്ചത്. തമ്പ്രാൻ. ഇതിങ്ങനെ ചുറ്റി കാണാൻ കുറച്ച് സമയമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നടക്കുമ്പോൾ അടിയിൽ വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്നൂര് ഇറങ്ങും കേട്ടോ. എന്നൂര് കഴിഞ്ഞു, ഉഷാറായിക്കണം. അപ്പോൾ എന്നൂരിലെ യാത്ര കഴിഞ്ഞ് നമ്മൾ മടങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.